രുചിയിലും ഗുണത്തിലും വ്യത്യസ്തമായ വിവിധ ഇനം ഈന്തപ്പഴങ്ങളാൽ വിപണി സജീവമാണ്. വിദേശ ഇനങ്ങളുടെ വലിയ ശേഖരമാണ് ഇത്തവണത്തെ നോമ്പ് വിപണിയുടെ പ്രത്യേകത. റമദാൻ കാലത്തെ ഏറ്റവും സവിശേഷമാക്കുന്ന ഒന്നാണ് നോമ്പുതുറയും അതിലെ വിഭവങ്ങളും. അതിൽ തന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് ഈന്തപ്പഴം. റംസാൻ വ്രതകാലം സജീവമായതോടെ വൈവിധ്യമാർന്ന ഈന്തപ്പഴങ്ങളാൽ വിപണി ഉണർന്നിരിക്കുകയാണ്. ഇസ്ലാമിക ശാസ്ത്രപ്രകാരം നോമ്പു തുറക്കാൻ ഏറ്റവും ഉത്തമം ഈന്തപ്പഴമാണ്. വ്രതാനുഷ്ഠാന പരിസമാപ്തിയിൽ നോമ്പു തുറയ്ക്കായി വിശ്വാസികൾ പ്രധാനമായും ആശ്രയിക്കുന്ന കാരയ്ക്കും ഈന്തപ്പഴത്തിനും ഇത്തവണ ക്ഷാമമില്ലെന്ന് മാത്രമല്ല, വില സാധാരണ നിലയിലുമാണ്. ഗൾഫ് നാടുകളിൽ നിന്നെത്തുന്ന ഈന്തപ്പഴത്തിന് ആവശ്യക്കാർ ഏറെയാണ്. സൗദി അറേബ്യയിലെ വിശുദ്ധ ഈന്തപ്പഴമായ അൽ അജ്വ മുതൽ ജോർദാനിലെ രാജകീയ ഇനമായ മെഡ്ജൂൾ വരെ വിപണിയിൽ സുലഭമാണ്. നമുക്ക് ഇപ്പൊ നിലവിൽ 25 പല ഇനങ്ങളുണ്ട്. അത് ഡിഫറെന്റ് കൺട്രീസിൽ നിന്ന് വരുന്നതാണ്. ജോർദാൻ വരുന്നുണ്ട്, സൗദി അറേബ്യ, ഒമാൻ, ഇറാൻ, അതുപോലെ തന്നെ അൾജീരിയ തുടങ്ങിയ വ്യത്യസ്ത കൺട്രികളുടെ വ്യത്യസ്തമായ പഴങ്ങൾ. നമ്മുടെ അടുത്ത് 180 രൂപ മുതൽ 2000 രൂപ വരുന്ന വില വരുന്ന ഈത്തപ്പഴങ്ങളുണ്ട്. അതായത് 180 സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. അതിനുശേഷം 250, 380 അങ്ങനെ തുടങ്ങിയ ഡിഫറെന്റ് പ്രൈസിലും ഡിഫറെന്റ് കൺട്രീസിന്റെയും വ്യത്യസ്തങ്ങളായ ഒരുപാട് പഴങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ഇപ്പോൾ ജോർദാനി, സൗദി അറേബ്യ ഐറ്റംസുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഈന്തപ്പഴം കൂടാതെ അത്തിപ്പഴം, ബദാം, കശുവണ്ടിപ്പരിപ്പ്, വാൽനട്ട് തുടങ്ങിയവയും നോമ്പുകാരുടെ പ്രിയ ഇനത്തിൽപ്പെട്ടവയാണ്. റംസാൻ ലക്ഷ്യമിട്ട് കേരള വിപണിയിലേക്ക് വിദേശത്ത് നിന്നുള്ള ഇറക്കുമതിയും വർദ്ധിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ.